ഹായ്, ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ടിൻ ഫ്ലെയിം ജേണിയെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളാണ്. ഈ സാധാരണ നോർമൽ ലൈഫിലുള്ള ഒരു വ്യക്തിക്ക് ഒരിക്കലും അതൊരു ടിൻ ഫ്ലെയിം ജേണി അല്ല. ടിൻ ഫ്ലെയിം ജേണി എന്ന് പറയുന്നത് അത് ഡിവൈൻ ജേണിയാണ്. ഒരേ ആത്മാവ് രണ്ടിടത്ത് സ്പ്ലിറ്റായി രണ്ടിടത്ത് ജനിച്ച് അവർ വർഷങ്ങളെടുക്കും അവർ തിരിച്ചറിയാനായിട്ട്. അങ്ങനെയുള്ള ഒരു ജേണിയാണ് ടിൻ ഫ്ലെയിം ജേണി. പലരും പറയും കണ്ട മാത്രയിൽ പ്രണയം തോന്നുന്ന ഒരു ബന്ധമാണ് ടിൻ ഫ്ലെയിം. ഒരിക്കലുമല്ല, അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല. നമ്മൾ ഒറിജിനൽ ടിൻ ഫ്ലെയിമിനെ കണ്ടാൽ പോലും നമുക്കൊരു പ്രത്യേകത തോന്നുമായിരിക്കാം, പക്ഷെ ആ കണ്ട മാത്രയിൽ നമുക്ക് ആ ഒരു വ്യക്തിയോട് പ്രണയം ഒരിക്കലും തോന്നാറില്ല. വർഷങ്ങൾ വേണ്ടി വരും ആ ഒരു ബന്ധം നമ്മൾ തന്നെ തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ. ആ ഡിവൈൻ ടൈം ആകുമ്പോൾ മാത്രമേ അവർ തമ്മിൽ ആ ഒരു അത് ഈശ്വരനായിട്ട് തന്നെ നമുക്ക് കാണിച്ചു തരുന്ന ഒരു പ്രത്യേകതയാണ്. എന്ന് പറഞ്ഞാൽ അതൊരു നഗ്നമായ സത്യമാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ചില വൈബ്രേഷൻ ഉണ്ടല്ലോ, ദൈവങ്ങളിൽ കാണുന്ന ഒരു വൈബ്രേഷൻ, അതുപോലെ നമ്മുടെ ടിൻ ഫ്ലെയിമിനെ കാണുമ്പോൾ നമുക്ക് തോന്നും. നമ്മൾ അറിയേണ്ട സമയം ആകാറാകുമ്പോഴത്തേനും നമുക്ക് അത്രയ്ക്ക് അട്രാക്ഷൻ തോന്നും. പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നോ ഈ ആൾ നമ്മളെപ്പോലെ തന്നെ ഇയാൾ ബിഹേവ് ചെയ്യുന്നുണ്ടല്ലോ പല സമയങ്ങളിലും എന്നൊക്കെ നമുക്ക് തോന്നാറുണ്ട്. ആ സമയവും നമ്മൾ വിചാരിക്കും ഇതെന്താണ്, നമ്മൾക്ക് ടിൻ ഫ്ലെയിം ജേണി എന്താണെന്ന് പോലും അറിയത്തില്ല. അങ്ങനെ ഒരവസ്ഥയിൽ കൂടിയാണ് നമ്മൾ ഈ ആളിനെ തിരിച്ചറിയുന്നത്. ആ ആൾ നമ്മളോട് സംസാരിക്കുക, നമ്മളോട് വന്ന് കോണ്ടാക്ട് ചെയ്യാൻ വേണ്ടി വരുന്ന സമയങ്ങളിൽ അന്നേരം ഒന്നും നമുക്ക് തോന്നാത്തത് പിന്നീട് നമുക്ക് ഈ ഒരാളുടെ വോയിസ് കേൾക്കുമ്പോൾ തന്നെ ഇതെന്തൊരു പ്രത്യേകത തോന്നും. ഈ ആളുമായിട്ട് നമ്മൾ എന്തെങ്കിലും മുൻജന്മ ബന്ധമുണ്ടോ എന്നൊക്കെ തോന്നും. അങ്ങനെ നമ്മൾ അതിനെക്കുറിച്ച് അറിയാനായിട്ട് തുടങ്ങുന്നത്. എന്താണെന്നുള്ള അന്വേഷണം നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ വരികയും നമുക്കതിനുള്ള സൈനുകൾ ഒത്തിരിയും കാണിച്ചു തരികയും ഏഞ്ചൽസ് നമ്മുടെ സ്വപ്നത്തിൽ കൂടെ വന്ന് നമുക്ക് കാണിച്ചു തരും, ഇതാന്നൊക്കെയുള്ളത് കാണിച്ചു തരും. പിന്നെ നമുക്കതേ അറിയാനുള്ള നമ്മൾ എന്താണോ ഉപയോഗിക്കുന്നത്, നമ്മൾ സോഷ്യൽ മീഡിയ എന്താണോ ഉപയോഗിക്കുന്നത് അതിലെല്ലാം നമ്മൾ സെർച്ച് ചെയ്യാൻ തുടങ്ങുമ്പോഴത്തേനും അതിനുള്ള ആൻസറുകൾ ഈശ്വരനായിട്ട് തരികയും, പിന്നെ ഈശ്വരനായിട്ട് തരുന്ന പ്രകൃതിയിൽ നമുക്ക് തരുന്ന ഒരുപാട് സൈനുകളുണ്ട്. ടിന്നായിട്ടിരിക്കുന്ന ഒത്തിരി സൈനുകൾ എനിക്ക് തന്നെ ഒത്തിരി സൈൻ കിട്ടിയിട്ടുണ്ട്. പിന്നെ അതും കിട്ടിയത് അത് ഒത്തിരി സങ്കടങ്ങൾ ഒത്തിരി അനുഭവിച്ചതിന് ഒരുപാട് പാഠങ്ങൾ പഠിച്ചതിന് ശേഷമാണ് നമുക്ക് ഒറിജിനൽ ടിൻ ഫ്ലെയിം ജേണി കിട്ടുന്നത് തന്നെ. കാരണം അത്രയ്ക്കും നമ്മൾ അനുഭവിക്കാവുന്നതിൻ്റെ പരമാവധി അനുഭവിച്ച് നമ്മളെ വേദനിപ്പിച്ച് നമ്മുടെ ജീവിതം പുകയാക്കി കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ടിൻ ഫ്ലെയിം എന്നുള്ള ഒരു വ്യക്തി നമ്മുടെ ജീവിതത്തിലുണ്ട്. നമ്മൾ ഒരിക്കലും അറിഞ്ഞിട്ടില്ല ഇങ്ങനെ ഒരാളുണ്ട് എന്ന് പോലും അറിയത്തില്ല. അങ്ങനെ ഒരു ബന്ധമാണ് ടിൻ ഫ്ലെയിം ജേണിയിലുള്ളത്. ടിൻ ഫ്ലെയിം എന്ന് പറയുന്ന ഒരു ബന്ധം എന്ന് പറയുന്നത്. പിന്നെ എന്തെന്ന് പറയാൻ, ഈ ടിൻ ഫ്ലെയിം ജേണി ആയിക്കഴിയുമ്പോൾ നമ്മൾ എവിടെ നോക്കിയാലും ആ ഒരു വ്യക്തിയുടെ ഫേസാണ് നമ്മുടെ ഉള്ളിൻ്റെ മുഴുവനും. എവിടെ നോക്കിയാൽ അപ്പോഴും നമ്മൾ വിചാരിക്കും ഇതെന്താണ് ഇങ്ങനെ ഒരു കാഴ്ച നമ്മൾ കാണുന്നത്. നമ്മൾ ഒരിക്കലും ഇങ്ങനെ ഒരു കാഴ്ച ഒരു നോർമൽ ലൈഫിൽ ഒരിക്കലും നമ്മൾ കണ്ടിട്ടില്ല. നമ്മൾ നോക്കുന്നതും കാണുന്നതും ഈ ആളിൻ്റെ പല തരത്തിലുള്ള മുഖങ്ങൾ, ഇതെല്ലാം നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലൊരു ഫോട്ടോ പോലെ വന്നുകൊണ്ടേയിരിക്കും. പിന്നെ നമ്മുടെ ഹീലിംഗ് ജേണി തുടങ്ങുമ്പോഴത്തേന് നമ്മളെ ഏറ്റവും കുഞ്ഞിലേ ചെയ്തുകൊണ്ടിരുന്ന പല പ്രശ്നങ്ങളും പല കാര്യങ്ങളും ഇത് നമ്മുടെ സിനിമ പോലെ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ വന്നുകൊണ്ടേയിരിക്കും. ഇതൊക്കെയാണ് ഈ ടിൻ ഫ്ലെയിം ജേണിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ചക്ര ഹീലിംഗ് ഒക്കെ ചെയ്യാത്ത ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ തുടക്കത്തിൽ തന്നെ നമുക്ക് നമ്മുടെ ചക്ര ഭാഗത്തൊക്കെ നമുക്ക് വൈബ്രേഷൻ തുടങ്ങും. ഈ സമയങ്ങളിൽ പല തരത്തിലുള്ള വൈബ്രേഷൻ തുടങ്ങാൻ തുടങ്ങും. ഞാൻ പലതരത്തിലും ഈ ടാറോ റീഡിങ് കാണാൻ തുടങ്ങി. ഇങ്ങനെ എനിക്ക് ചക്ര ഹീലിംഗ് എന്താണെന്ന് പോലും അറിയാൻ വയ്യാത്തൊരു വ്യക്തിയായിരുന്നു. അങ്ങനെയാണ് ഞാൻ ചക്ര ഹീലിംഗ് ഇങ്ങനെയാണെന്ന് ചെയ്യാൻ പോലും അറിയത്തില്ലായിരുന്നു. അതിന് ശേഷമാണ് അതെല്ലാം പഠിക്കുക, നമ്മൾ തന്നെ പഠിക്കും, നമ്മളെ പഠിച്ചില്ലേ ചെയ്യിപ്പിക്കും നമ്മളെ കൊണ്ട്. അങ്ങനെ ഒരേ സമയങ്ങളിൽ നമുക്ക് ഓരോരോ മാറ്റങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. നമ്മുടെ ബോഡിയിൽ തന്നെ ഒരുപാട് മാറ്റം, നമ്മുടെ ഹാർട്ടിന് പെയിൻ ഉണ്ടാകും. ആ ഒരു വ്യക്തി സംസാരിക്കുന്നത് നമ്മളോട് തുറന്നു പറയാൻ പറ്റാത്ത പല കാര്യങ്ങളും നമ്മുടെ ഉള്ളിൽ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ മനസ്സിൽ തന്നെ വരികയും, ഇതെല്ലാം ഈ ഒരു ജേണിയിൽ ഉണ്ടാകുന്നതാണ്. അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും അതൊരു ടിൻ ഫ്ലെയിം ജേണി തന്നെ ആയിരിക്കും. അല്ലാതെ നോർമൽ ലൈഫിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വരത്തില്ല. നോർമൽ ഒരു ലവ് ലൈഫിൽ അല്ലെ ഒരു കാർമിക്
അങ്ങനെയുള്ളതിലൊന്നും ഇങ്ങനെയുള്ള കാഴ്ചകളൊന്നും നമുക്ക് കാണാൻ പറ്റത്തില്ല. നമുക്ക് പ്രകൃതിയിൽ നിന്ന് തന്നെ ഒരുപാട് സൈനുകൾ കിട്ടും. പിന്നെ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഏഞ്ചൽ നമ്പേഴ്സ് 11 333 അങ്ങനെ ഒരുപാട് നമ്പർ 22 നമ്മുടെ വേദന എടുക്കുന്ന സമയങ്ങളിൽ 222 ഇങ്ങനെയുള്ള നമ്പറുകൾ 444 ഇങ്ങനെയുള്ള ഒരുപാട് ഏഞ്ചൽ നമ്പറുകൾ നമ്മൾ കാണാൻ തുടങ്ങും. അങ്ങനെയാണ് നമ്മൾ ഏഞ്ചൽ നമ്പേഴ്സൊക്കെ അറിയുന്നതും എല്ലാം. അല്ലാതെ ഒരു യൂട്യൂബ് വീഡിയോ കണ്ടിട്ട് ഞാൻ ഈ പ്രേമിക്കുന്ന ആൾ നമ്മളുടെ ട്വിൻ ഫ്ലെയിമാണ് എന്നുള്ളൊരു വിശ്വാസം അതൊരിക്കലുമല്ല. നമുക്കറിയത്ത് പോലും ഇല്ല നമ്മളത് ട്വിൻ ഫ്ലെയിം ജേണി ആണോ എന്ന് പോലും. ഇതെല്ലാം നമുക്ക് കാണിച്ചു തരുന്ന ആ ഡിവൈൻ ടൈം ആകുമ്പോൾ ആ ഡിവൈൻ തന്നെയാണ് നമുക്ക് കാണിച്ചു തരുന്നത്. അല്ലാതെ ഒരു നോർമൽ ലൈഫിനെ ട്വിൻ ഫ്ലെയിം ജേണിയാണ്, എല്ലാവരും ട്വിൻ ഫ്ലെയിമാണ്, എല്ലാവരും അവരവരുടെ ട്വിൻ ഫ്ലെയിമായിട്ടാണ് വരുന്നത് എന്നൊക്കെ പറയുന്നത് യാതൊരു സത്യവും ഇല്ലെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. നോർമൽ ലൈഫുകൾ ഒത്തിരി നമ്മുടെ ജീവിതത്തിൽ വരും സാധാരണ. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് ഈ ഒരു ജേണിയെക്കുറിച്ച്.